ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം അതേ പതിവ് പോലെ തന്നെ നല്ലൊരു പ്രഭാതവും കണ്ട് തുടങ്ങാല്ലേ നമുക്ക്. നല്ല മഞ്ഞ് മൂടിക്കെടുക്കാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ മിക്ക ദിവസവും ഇങ്ങനെ തന്നെയാവും. ഒരു 8 മണിയൊക്കെ കഴിയണം ചെറുതായി ഒന്ന് വെയില് വന്നു തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പതിവ് പോലെ തന്നെ നമ്മളിതേ പണികള് തുടങ്ങായി. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിനൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ അരച്ച് വെച്ചിട്ടിട്ടാം. അപ്പോൾ അരച്ച് വെച്ചാൽ തന്നെ നല്ല തണവായി കൊണ്ട് തന്നെ പൊന്തി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ ഇറക്കിയൊക്കെ വെച്ച് ഒക്കെ വേണം. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് ദോശ കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ ഗോതമ്പ് ദോശ. അപ്പോൾ ഗോതമ്പ് ദോശയും അതിലേക്കൊരു വെള്ള നാളികേര ചട്നിയും കൂടിയായ നല്ല ടേസ്റ്റ് തന്നെയല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയും പിന്നെ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കി വെക്കണം. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് അപ്പോഴേക്കും ചട്നിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ചട്നി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂട്ടോടെ തന്നെ ചുട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ചട്നിക്കായിട്ട് ആവശ്യത്തിനുള്ള നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാന്താരി മുളകും ചെറിയുള്ളിയും പുളിയും ഉപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ഇതള് കറിവേപ്പിലയും ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ചട്നിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഇങ്ങനെ കാന്താരി മുളകൊക്കെ ഇട്ട് ചട്നി അരയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ, വെള്ള ചട്നി ആകുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് കാന്താരി മുളകും വാങ്ങിച്ചിരിക്കും. പിന്നെ മറ്റേത് സാധാരണ പച്ചമുളകും വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ നല്ല നാടൻ കറികളൊക്കെ ആകുമ്പോൾ കാന്താരി മുളകാണ് എടുക്കാറ്. അപ്പോൾ ചട്നിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാച്ചി ഒഴിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പിന്നെ കുറച്ച് ഒന്ന് കുറച്ച് ഉഴുന്നും കൂടി അതിലേക്ക് ഇടും കേട്ടോ. പിന്നെ സാധാരണ പോലെ തന്നെ 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് താളിച്ചെടുക്കും. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ആദ്യം ചോറിനുള്ള വെള്ളം അരിയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ ഇന്ന് വിചാരിച്ചു ദോശ ചട്നിയൊക്കെ അരച്ച് വെച്ചിട്ട് പിന്നെ ദോശയ്ക്കുള്ളതും കലക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും ചൂട്ടോടെ തന്നെ ദോശയാകുമ്പോൾ പിന്നെ ഉണ്ടാക്കി വയ്ക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് പിന്നെ അതേ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ദേ അരി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സാവധാനമാണ് പണികളൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ നല്ല മഞ്ഞും അല്ല, അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല തലവേദനയും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് ഉഷാറായിട്ടാണ് പിന്നെ ഒന്ന് പണികളൊക്കെ ഒന്ന് സ്പീഡിലാവുക.
അപ്പം ഇതിൻ്റെ ഇടയിൽ കഴുകാനുള്ള തുണികളൊക്കെ മെഷീനിലിടും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ചെടികൾ നോക്കും. അപ്പോൾ എന്നും കാണുന്നത് തന്നെയാണ്. എന്നാലും കാലത്ത് എഴുന്നേറ്റ ഒന്ന് 2-3 വട്ടമെങ്കിലും ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ അതും പോയി നോക്കൂട്ടാ. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കണം. അപ്പോഴേക്കും എല്ലാവരും ഫ്രഷായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട്ടോടെ തന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് അധികം നെയ്യൊക്കെ ഒന്ന് പുരട്ടി അപ്പുറം മറിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുത്ത് നല്ല വെള്ള ചട്നിയായിട്ട് കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കാലത്ത്. പിന്നെ നല്ല ഹെൽത്തി അല്ലേ. അരി 3-4 നേരം അരി കഴിക്കാനായിട്ട് നല്ലത് ഗോതമ്പ് ദോശയ്ക്ക് ഇങ്ങനെ ഒരു നേരമൊക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ മാർക്കറ്റിൽ പോയപ്പോൾ മീൻ മേടിക്കാൻ പോകുമ്പോൾ അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വെജിറ്റബിൾ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആവശ്യത്തിനുള്ള പച്ചക്കറികളും മേടിക്കും. അപ്പോൾ അതേ നമ്മൾ പപ്പായയും പിന്നെ ഇടിച്ചക്കയും പച്ചപ്പയറും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പായ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതേ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഉള്ളൊക്കെ എന്താണെന്ന് അറിയില്ല, ഒരു ചെറിയൊരു കേടായ പോലെയുണ്ട്. ഞാൻ വെക്കണമെന്ന് വിചാരിച്ചു ആദ്യം, പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, കളയാൻ പറ്റില്ലല്ലോ. അപ്പം വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഉള്ളിലത്തെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉള്ളിലത്തൊക്കെ നന്നായി ഒന്ന് ചെത്തിക്കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഇനി ഇത് ചില പപ്പായ വാങ്ങിച്ചാൽ അങ്ങനെ തീരെ വെന്ത് കിട്ടില്ല കേട്ടോ. നമ്മൾ നാടൻ പപ്പക്കായൊക്കെ ഒന്ന് ചൂട് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇത് ചിലത് വാങ്ങിക്കുന്നത് ഒട്ടും വേവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പപ്പായ കുറേ ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ചേ ഉള്ളൂ അരിഞ്ഞെടുത്തപ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇട്ടിട്ടും സാധാരണ പോലെ അങ്ങനെ അങ്ങോട്ട് വെന്ത് വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ദേ നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വന്നപ്പോൾ അതേ ചതച്ച മുളകും ഇട്ടു, അതൊന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ ഒരു 2 പിടി നാളികേരം, ചെറിയ കൈപ്പിടി നാളികേരം കൂടി ഇട്ട് അതും കുറച്ച് നേരം ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നാളികേരമൊക്കെ നല്ലോണം മൂത്ത് നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചുള്ള പപ്പായ അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പപ്പായ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചപ്പോൾ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോഴേക്കും ദേ ചോറ് വെന്തപ്പോൾ അതും ഒന്ന് ഊറ്റി വെച്ചു. പിന്നെ ഇന്ന് നമ്മൾ ഒഴിച്ചുകറി ആയിട്ട് ഉണ്ടാക്കുന്നത് ഇടിച്ചക്ക സാമ്പാറാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇടിച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കുക, ബാക്കിയുള്ളത് തോരനും വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മയുള്ള സമയത്ത് ചക്ക ഒരുവിധം നന്നായി മൂത്ത ചക്ക ഉപ്പേരി ഉണ്ടാക്കുക. ഞങ്ങൾ എലിശ്ശേരിയല്ല ഉണ്ടാക്കാറ്, ഉപ്പേരിയാണ് ഉണ്ടാക്കാറ്, ചക്ക ഉപ്പേരി. അപ്പം അതിലേക്ക് കട്ടൻ ചായ ആയിട്ട് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം നന്നായി മൂത്ത ചക്ക കുരും ചോളയൊക്കെ അരിഞ്ഞിട്ട് അത് വേവിച്ചെടുത്ത് പിന്നെ നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അതിലേക്ക് മുളകും ഇട്ട് മൂപ്പിച്ച് പിന്നെ നാളികേരം കുറച്ചധികം നാളികേരം ഇട്ടിട്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതിൽ കിടന്ന് നാളികേരം നല്ലോണം വറുത്തെടുത്തിട്ട് അതിലേക്ക് ഈ വേവിച്ച ചക്ക ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പം അതും കട്ടൻ ചായയും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് നാളായി അതൊക്കെ കഴിച്ചിട്ട്. നമ്മൾ നാട്ടിൽ പോണ സമയത്ത് ചക്ക ഉണ്ടാവില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ചക്കക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടിച്ചക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. പഴുത്ത ചക്ക വല്ലപ്പോഴും മാത്രമേ തന്നെ മേടിക്കാറുള്ളൂ. ഭയങ്കര വിലയാണ് ചക്കയ്ക്ക്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇടിച്ചക്കൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. പിന്നെ ഇതേ സാമ്പാർ പരിപ്പും പിന്നെ കട്ട് ചെയ്തെടുത്ത ഇടിച്ചക്കയും ഒരു സവാളയും ഒരു വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ട് വേവിക്കാനായിട്ട് വെക്കണം. അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കുഞ്ഞ് കൈപ്പിടി 2 കൈപ്പിടി നാളികേരമാണ് എടുത്തുള്ളത്. അധികം നാളികേരം വേണ്ട. അപ്പോൾ നാളികേരത്തിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉലുവയും 2 ചെറിയുള്ളിയും പിന്നെ ഒരു വെളുത്തുള്ളി കൂടി ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഇതൾ കറിവേപ്പിലയും. അപ്പോൾ ഒരു വെളുത്തുള്ളി 2 ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പം അധികം വെളുത്തുള്ളിയും വേണ്ട. അപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അതൊന്ന് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതേ നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-2.5 സ്പൂണോളം, ചെറിയ സ്പൂൺ കൊണ്ടാണ് 2.5 സ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി നല്ല എരിവാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് കുറവാണ് മുളക് പൊടി എടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1 സ്പൂണൊക്കെ ഉണ്ടാവും കായത്തിൻ്റെ പൊടി കൂടി ചേർത്തു. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കണം. മഞ്ഞൾപ്പൊടി പിന്നെ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും ഇടിച്ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം തക്കാളിയും ചേർത്തു. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് പിഴിഞ്ഞെടുത്ത് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അരച്ചെടുത്ത് നമ്മൾ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം ആ അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് ചേർക്കണത് നമ്മൾ സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി വലിയ സ്പൂൺ കൊണ്ട് ഏകദേശം 1 സ്പൂണോളം സാമ്പാർ പൊടിയും ചേർത്തു. കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അത് അവിടെ നന്നായി തിളച്ചതിന് ശേഷം ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് താളിച്ചു കൊടുക്കാം. അപ്പോൾ താളിക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ 1 സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ നിറച്ച് വേണ്ട, ഒരു 1/4 സ്പൂണൊക്കെ ഉലുവ എടുത്തിട്ടുണ്ട്, ചെറിയ സ്പൂൺ കൊണ്ട്. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് ഇനി നമുക്കത് താളിച്ചു കൊടുക്കാം.
അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പിന്നെ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ കറി നമ്മൾ അരപ്പും സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കുറച്ച് നേരം ചെറിയ തീയിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ കറി ഒക്കെ റെഡിയായി ഇതേ താളിച്ചു. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ് കേട്ടോ അത്. അപ്പം നമ്മുടെ ഇടിച്ചക്ക അങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ, ഇടിച്ചക്ക സാമ്പാർ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. അപ്പം എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട്, അതിലേക്ക് ഇതേ പപ്പായ ഉപ്പേരി ഉണ്ട്, പിന്നെ ഇന്നലെ വെച്ചിട്ടുള്ള കുറച്ച് മീൻ കറി ഉണ്ട് കേട്ടോ, കുഞ്ഞൻ ചാള കറിയുണ്ട്, പിന്നെ ഇതേ നമ്മുടെ ഇടിച്ചക്ക സാമ്പാറും കൊണ്ടാട്ടമുളക് വറുത്തതും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.